ഇപ്റ്റയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ധായ് ആക്കർ പ്രേം ദേശീയ സാംസ്കാരിക ജാഥ ജനുവരി 26-27 തീയതികളിൽ ആലപ്പുഴ ജില്ലയിൽ പര്യടനം നടത്തും. ഇന്ത്യൻ പീപ്പിൾ തിയേറ്റർ അസോസിയേഷൻ നയിക്കുന്ന ധായ് ആക്കർ പ്രേം ദേശീയ സാംസ്കാരിക സ്നേഹ സന്ദേശ ജാഥ 2023 സെപ്റ്റംബർ 28-നാണ് രാജസ്ഥാനിൽ നിന്നും ആരംഭിച്ചത്. ഇന്ത്യയിലെ 22 സംസ്ഥാനങ്ങളിലൂടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലൂടെയും സഞ്ചരിച്ച് മഹാത്മാഗാന്ധിജിയുടെ രക്തസാക്ഷിത്വ ദിനമായ 2024 ജനുവരി 30-ന് ഡൽഹിയിലെ രാജ്ഘട്ടിൽ സമാപനം കുറിക്കും. ഐതിഹാസികമായ വൈക്കം സത്യാഗ്രഹ വിജയദിനമായ നവംബർ 23-നാണ് കേരളത്തിൽ ജാഥയ്ക്ക് തുടക്കം കുറിച്ചത്. ഇപ്റ്റയുടെ വിവിധ ജില്ലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ജാഥയോടൊപ്പം സാംസ്കാരിക പരിപാടികളുമായി കേരളത്തിലെമ്പാടും സ്നേഹ സന്ദേശ യാത്രകൾ നടക്കുകയാണ്. ആലപ്പുഴ ജില്ലയിൽ ജനുവരി 26-27 ദിനങ്ങളിലാണ് ജാഥ നടക്കുന്നത്. റിപ്പബ്ലിക് ദിനമായ ജനുവരി 26-ന് രാവിലെ കായംകുളം വള്ളികുന്നത്ത് നാടകാചാര്യൻ തോപ്പിൽ ഭാസിയുടെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി ആരംഭിക്കുന്ന ജാഥ ഇപ്റ്റ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എൻ ബാലചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. ഇപ്റ്റ ദേശീയ കമ്മിറ്റി അംഗം സജീവ് കാട്ടൂരാണ് ജാഥ ക്യാപ്റ്റൻ. ഡയറക്ടർ ഇപ്റ്റ ജില്ലാ സെക്രട്ടറി സുരേഷ് കണ്ടനാടനും മാനേജർ സംസ്ഥാന കമ്മിറ്റി അംഗം അനു കാരക്കാട്ടുമാണ്. പരണിക്കാവ്, ചാരുമൂട്, മാവേലിക്കര, ഹരിപ്പാട്, പല്ലന, കുമാരക്കോടി, തകഴി സ്മാരകം, അമ്പലപ്പുഴ കുഞ്ചസ്മാരകം എന്നിവിടങ്ങളിൽ സ്വീകരണം ഏറ്റുവാങ്ങി അമ്പലപ്പുഴയിൽ സാംസ്കാരിക സായാഹ്നത്തോടെ കലാപരിപാടികളുമായി ആദ്യ ദിനം സമാപിക്കും. 27 രാവിലെ ആലപ്പുഴ വലിയ ചുടുകാട്ടിൽ പുഷ്പാർച്ചന നടത്തി ആരംഭിക്കുന്ന ജാഥ ചടയമൂറി സ്മാരകത്തിൽ നാടകപ്രവർത്തകരായ PM ആന്റണിയുടെയും TV സാംബശിവന്റെയും ഓർമ്മകൾ നിലനിൽക്കുന്ന മംഗലത്ത് എത്തിച്ചേരും. തുടർന്ന് പുന്നപ്ര വയലാർ ധീരരക്തസാക്ഷി കാട്ടൂർ ജോസഫിന്റെ വസതിയിലും സ്വാതന്ത്ര്യ സേനാനി R തങ്കപ്പന്റെ വസതിയിലും ഇപ്റ്റയുടെ ജനകീയ നേതാവായിരുന്ന TS സന്തോഷ് കുമാറിന്റെ സ്മൃതി മണ്ഡപത്തിലും എത്തി അഭിവാദ്യങ്ങൾ അർപ്പിക്കും. ഉച്ചയ്ക്ക് ശേഷം ജാഥ മാരാരികുളം രക്തസാക്ഷി മണ്ഡപത്തിൽ എത്തിച്ചേർന്ന് അഭിവാദ്യങ്ങൾ അർപ്പിച്ച ശേഷം നാടകാചാര്യൻ എസ്എൽപുരത്തിന്റെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി ചേർത്തലയ്ക്ക് പുറപ്പെടും. ചേർത്തല മുനിസിപ്പൽ ഓഫീസിന് മുന്നിലെ സ്വാതന്ത്ര്യ സമര നായർക്ക് അഭിവാദ്യമർപ്പിച്ച് ജാഥ ചേർത്തല പട്ടണത്തിലൂടെ വയലാറിലേക്ക് പോകും. രാഘവപ്പറമ്പിലെ അനുസരനായ വയലാറിന്റെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന അർപ്പിച്ച ശേഷം വയലാർ സ്റ്റാലിൻ സഖാവ് CK കുമാരപ്പണിക്കർ, സഖാവ് CK ചന്ദ്രപ്പൻ എന്നിവരുടെ വസതിയിലെത്തി അഭിവാദ്യങ്ങൾ അർപ്പിച്ച വയലാർ രക്തസാക്ഷി മണ്ഡപത്തിൽ ജാഥ സമാപിക്കും. സമാപന സമ്മേളനം ഇപ്റ്റ ദേശീയ വൈസ് പ്രസിഡന്റ് TV ബാലൻ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് വയലാർ ഇപ്റ്റയുടെ കലാപരിപാടികളും ഇപ്റ്റ നാട്ടരങ്ങിന്റെ പാട്ടുകളിയാട്ടം, നാടൻപാട്ട്, ദൃശ്യാവിഷ്കാരവും നടക്കും. കായംകുളം മുതൽ വയലാർ വരെ 23 കേന്ദ്രങ്ങളിൽ ജാഥയ്ക്ക് വിവിധ സാംസ്കാരിക സംഘടനകളുടെ നേതൃത്വത്തിൽ സ്വീകരണവും നൽകും. പീപ്പിൾസ് തിയേറ്റർ അസോസിയേഷൻ 1943 രൂപം കൊണ്ട ജനകീയ സാംസ്കാരിക സംഘടനയാണ്. ഇപ്റ്റയുടെ നേതൃത്വത്തിൽ ദേശീയ കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം ധായ് ആഖർ പ്രേം എന്നൊരു സാംസ്കാരിക ജാഥ ഇന്ത്യയിലൊട്ടാകെ 22 സംസ്ഥാനങ്ങളിലൂടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലൂടെയും സഞ്ചരിക്കുകയാണ്. കഴിഞ്ഞ സെപ്റ്റംബർ 28-ന് ഭഗത് സിംഗിന്റെ ജന്മദിനത്തിൽ രാജസ്ഥാനിലെ ആൽവാറിൽ നിന്ന് ആരംഭിച്ച ജാഥ മഹാത്മജിയുടെ രക്തസാക്ഷിത്വ ദിനമായ ജനുവരി 30-ന് ഡൽഹിയിലെ രാജ്ഘട്ടിൽ സമാപിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി എല്ലാ സംസ്ഥാനങ്ങളിലും ജാഥ നടന്നു വരികയാണ്. കേരളത്തിൽ കഴിഞ്ഞ നവംബർ 23-ന് ഐതിഹാസികമായ വൈക്കം സത്യാഗ്രഹ ശതാബ്ദി സ്മാരക വിജയദിനമായ നവംബർ 23-ന് വൈക്കത്ത് വെച്ച് നടന്ന ഇപ്റ്റ സംഘടിപ്പിച്ച ദേശീയ സെമിനാറിൽ ഇപ്റ്റയുടെ ആദരണീയനായ പ്രസിഡന്റ് ലെജൻഡറി തിയേറ്റർ പേഴ്സൺ പ്രസന്ന കേരളത്തിലെ ജാഥ ഉദ്ഘാടനം ചെയ്തു.